കൊല്ലം ജില്ല നിലവിൽ വന്ന വർഷം ഏതാണെടാ? കൊല്ലം ജില്ല നിലവിൽ വന്ന വർഷം ഏതാണ്? 1949 ജൂലൈ 1-നാണ് നമ്മുടെ കൊല്ലം ജില്ല രൂപീകൃതമാകുന്നത്. അപ്പം പ്രാചീന കാലത്ത് കൊല്ലം അറിയപ്പെട്ടിരുന്ന പേരുകൾ ഏതൊക്കെയാണ്? പ്രാചീന കാലത്ത് കൊല്ലം അറിയപ്പെട്ടിരുന്ന പേരുകൾ ഏതൊക്കെയാണ്? ദേശിംഗനാട്, തെൻവഞ്ചി, ജയസിംഹനാട് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് നമ്മുടെ കൊല്ലമാണ്. അപ്പൊ പന്തലായനി എന്ന മലബാറിൽ അറിയപ്പെട്ടിരുന്ന ജില്ലയാണ് നമ്മുടെ കൊല്ലം ജില്ല. പന്തലായനി എന്ന മലബാറിൽ അറിയപ്പെട്ടിരുന്ന ജില്ലയാണ് നമ്മുടെ കൊല്ലം ജില്ല. കുരക്കേനി എന്ന തിരുവിതാംകൂറിൽ അറിയപ്പെട്ട ജില്ലയാണ് നമ്മുടെ കൊല്ലം ജില്ല. കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോഴുണ്ടായ 5 ജില്ലകളിൽ ഒന്നാണ് കൊല്ലം ജില്ല. അതുപോലെ തന്നെ ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നീ ധാതുക്കളുടെ നിക്ഷേപം ധാരാളമായി കാണുന്ന ജില്ലയാണ് കൊല്ലം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ലയാണ് നമ്മുടെ കൊല്ലം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും കൊല്ലം ജില്ലയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്മീൻ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും കൊല്ലം ജില്ലയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ തുണിമില്ല് സ്ഥാപിതമായ ജില്ലയും നമ്മുടെ കൊല്ലം ജില്ലയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ജലസേചന പദ്ധതിയായ ഏതാണ് ജലസേചന പദ്ധതി? കല്ലട ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ മുള കണ്ടെത്തിയ സ്ഥലം എവിടെയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ മുള കണ്ടെത്തിയ കൊല്ലം ജില്ലയിലെ പ്രദേശം ഏതാണ്? അത് പട്ടാഴിയാണ്. ഇനി കൺസ്യൂമർ ഫെഡിന്റെ മൊബൈൽ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ച ജില്ല ഏതാണ്? അതും കൊല്ലം ജില്ലയാണ്. അപ്പൊ കൺസ്യൂമർ ഫെഡിന്റെ സഞ്ചരിക്കുന്ന മൊബൈൽ ത്രിവേണി മാർക്കറ്റ് ആരംഭിച്ച ജില്ലയും കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖം എന്നറിയപ്പെടുന്നതും നമ്മുടെ കൊല്ലം ജില്ലയാണ്. ഏതാണ് ആ തുറമുഖം? നീണ്ടകരയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഇരട്ട മത്സ്യബന്ധന തുറമുഖങ്ങൾ ഏതൊക്കെയാണടാ? കേരളത്തിലെ പ്രധാനപ്പെട്ട ഇരട്ട മത്സ്യബന്ധന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? അത് നമ്മുടെ നീണ്ടകരയും അതുപോലെ തന്നെ വേറൊന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ, ശക്തികുളങ്ങര. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഇരട്ട മത്സ്യബന്ധന തുറമുഖങ്ങളാണ് നീണ്ടകരയും അതുപോലെ തന്നെ ശക്തികുളങ്ങരയും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള നഗരമാണ് നമ്മുടെ കൊല്ലം ജില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള നഗരമാണ് നമ്മുടെ കൊല്ലം ജില്ല. അതുപോലെ തന്നെ ചീനക്കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജില്ലയും കൊല്ലം ജില്ലയാണ്. ചീനക്കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജില്ലയും നമ്മുടെ കൊല്ലം ജില്ലയാണ്. അപ്പൊ കൊല്ലം നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? കൊല്ലം നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർസാപ്പീർ ഈശോ ആണ്. അതുപോലെ തന്നെ തിരുവിതാംകൂർ എന്ന പേരിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ ശക്തി പ്രാപിച്ച നാട്ടുരാജ്യമാണ് വേണാട്. അപ്പൊ തിരുവിതാംകൂർ എന്ന പേരിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കീഴിൽ ശക്തി പ്രാപിച്ച നാട്ടുരാജ്യമാണ് വേണാട് എന്ന് പറയുന്നത്. ഇനി വേണാട് രാജ്യത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? വേണാട് രാജ്യത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മുടെ കൊല്ലമാണ്. അപ്പൊ ചിറവ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? ചിറവ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് വേണാടാണ്. വേണാട് ഭരിച്ച ഏക വനിതാ ഭരണാധികാരി ആരാണ്? വേണാട് ഭരിച്ച ഏക വനിതാ ഭരണാധികാരി ആരാണടാ? അത് നമ്മുടെ ഉമയമ്മ റാണിയാണ്. അതുപോലെ തന്നെ ഇളയെടുത്ത് സ്വരൂപത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇളയെടുത്ത് സ്വരൂപത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് കൊട്ടാരക്കരയാണ്. കൊല്ലവുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്ന ആദ്യ യൂറോപ്യന്മാർ ആരാണ്? കൊല്ലവുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്ന ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാര്. ഇറ്റാലിയൻ സഞ്ചാരിയായ മാർക്കോ പോളോ കൊല്ലം സന്ദർശിച്ച വർഷം ഏതാണ്? ഇറ്റാലിയൻ സഞ്ചാരിയായ മാർക്കോ പോളോ കൊല്ലം സന്ദർശിച്ച വർഷം ഏതാണ്? അത് AD 1292-ലാണ്. AD 1292-ലാണ് നമ്മുടെ മാർക്കോ പോളോ കൊല്ലം സന്ദർശിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നല്ല നഗരമെന്ന കൊല്ലത്തെ വിശേഷിപ്പിച്ച മൊറോക്കൻ സഞ്ചാരി ആരാണടാ? കേരളത്തിലെ ഏറ്റവും വലിയ നല്ല നഗരമെന്ന് നമ്മുടെ കൊല്ലത്തെ വിശേഷിപ്പിച്ച മൊറോക്കൻ സഞ്ചാരി ആരങ്ങനെ വിശേഷിപ്പിച്ച? ഇബ്നു ബത്തൂത്ത. അപ്പൊ കേരളത്തിലെ ഏറ്റവും നല്ല നഗരമെന്ന് കൊല്ലത്തെ വിശേഷിപ്പിച്ച മൊറോക്കൻ സഞ്ചാരി ആരാണടാ? അത് ഇബ്നു ബത്തൂത്തയാണ്. അറബി സഞ്ചാരിയായ സുലൈമാൻ കൊല്ലം സന്ദർശിച്ച വർഷം AD 851-ലാണ്. AD 851-ലാണ്. കൊല്ലത്ത് തങ്കശ്ശേരിയിൽ പോർച്ചുഗീസുകാർ ട്രേഡിംഗ് പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ച വർഷം ഏതാണ്? നമ്മുടെ കൊല്ലത്ത് തങ്കശ്ശേരിയിൽ പോർച്ചുഗീസുകാർ ട്രേഡിംഗ് പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ച വർഷമാണ് 1502. അതെ. ചരിത്ര രേഖകളിൽ യൂറോപ്യന്മാർ മാർത്ത എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ്?
ചരിത്രരേഖകളിൽ യൂറോപ്യന്മാർ മാർത്ത എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന നഗരമാണ് കരുനാഗപ്പള്ളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം 1809 ജനുവരി 11. ഇനി മലയാള മാസം പറയുവാണെങ്കിൽ അതേതാണ്? 984 മകരം 1. 984 മകരം 1. അതുപോലെ തന്നെ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചതാരാണ്? അത് നമ്മുടെ വേലുത്തമ്പി ദളവയാണ്. അപ്പൊ നമ്മുടെ നെൽക്കിണ്ട എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന തുറമുഖം ഏതാണടാ? നെൽക്കിണ്ട എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന തുറമുഖം നീണ്ടകരയാണ്. അതേപോലെ തന്നെ നമ്മുടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് സ്ഥാപിതമായ വർഷം ഏതാണടാ? തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് സ്ഥാപിതമായ വർഷം 1902 ആണ്. അപ്പൊ കൊയിലോൺ എന്ന പേര് മാറ്റി കൊല്ലം എന്നാക്കിയ വർഷം ഏതാണ്? അത് 1990-ലാണ്. 1990-ലാണ് കൊയിലോൺ എന്ന പേര് മാറ്റിയിട്ട് കൊല്ലം എന്നാക്കി മാറ്റിയത്. അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിൽ കല്ലുമാല സമരം സംഘടിപ്പിക്കേണ്ട വർഷം ഏതാണടാ? അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിൽ കല്ലുമാല സമരം സംഘടിപ്പിക്കേണ്ട വർഷം 1915-ആണ്. ഈ സമരം വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നു. അത് പെരിനാട് ലഹള എന്നാണ്. അപ്പൊ പ്രാചീന കാലത്ത് ദേവലോകക്കര എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? പ്രാചീന കാലത്ത് ദേവലോകക്കര എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏതാണ്? അത് തേവലക്കരയാണ്. അപ്പൊ നമ്മുടെ കൊല്ലത്തെ കുറിച്ച് പരാമർശിക്കുന്ന 6-ാം ശതകത്തിലെ ഗ്രീക്ക് വിദേശ സഞ്ചാരി ആരാന്ന് ചോദിച്ചാൽ അത് കോസ്മോസ് ഇൻഡിക്കോപ്ലൂസിസ് ആണ്. നമ്മുടെ കൊല്ലത്തെ കുറിച്ച് പരാമർശിച്ച 6-ാം ശതകത്തിലെ ഗ്രീക്ക് വിദേശ സഞ്ചാരി കോസ്മോസ് ഇൻഡിക്കോപൂസ്റ്റിസ്. ഇതൊക്കെ ആരാ പേരിട്ടെന്തോ. അപ്പൊ കൊല്ലത്തെ കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന ഗ്രന്ഥമായതാണ്? കൊല്ലത്തെ പറ്റി പരാമർശിക്കുന്ന പ്രാചീന ഗ്രന്ഥം ഏതാണ്? അത് ടോപ്പോഗ്രാഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന എന്നതാണ്. ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ കൊല്ലമാണ്. ഇനി അറബിക്കടലിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് നമ്മുടെ കൊല്ലം ജില്ലയാണ്. എന്നാൽ അറബിക്കടലിന്റെ റാണി ആരാണ്? അത് കൊച്ചിയാണ്. ഇനി കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റിലം എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയാണ്. ഇനി കശുവണ്ടി ഫാക്ടറികളുടെ നാടെന്ന് ചോദിച്ചാലും നമ്മുടെ കൊല്ലം ജില്ലയാണ്. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്ന് പറയുന്നത് ഏതാണ്? അത് പുനലൂരാണ്. കൊല്ലം നഗരത്തിന്റെ ഹാൾമാർക്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് തേവള്ളി പാലസ് ആണ്. ഇനി പ്രതിഷ്ഠയും ചുറ്റുമതിലും ഇല്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രം ഏതാണ്? ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് മുമ്പ് എല്ലാ മതക്കാർക്കും പ്രവേശനമുണ്ടായിരുന്ന ക്ഷേത്രമാണ് നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ജൂൺ മാസത്തിൽ നടക്കുന്ന പ്രധാന ആഘോഷം ഏതാണ്? അത് ഓച്ചിറ കളിയാണ്. അപ്പൊ ശെന്തുരുണി വനമേഖലയെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ശെന്തുരുണി വനമേഖലയെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1984-ആണ്. കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണടാ? അത് കടയ്ക്കൽ രാഘവൻ പിള്ളയാണ്. കടയ്ക്കൽ ഫ്രാങ്കോ എന്നൊക്കെ അറിയപ്പെടുന്നത് രാഘവൻ പിള്ളയാണ്. രാഘവൻ പിള്ളയാണ്. അപ്പം നമ്മുടെ കടയ്ക്കൽ സമരം നടന്ന വർഷം ഏതാണടാ? അത് 1938-ആണ്. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? അത് ശെന്തുരുണിയാണ്. എന്നാൽ ശെന്തുരുണി ഇതിന്റെ മരത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണടാ? ശെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം ഏതാണ്? അത് ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക എന്നാണ്. അപ്പൊ ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ശെന്തുരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? താലൂക്കാണടാ, പഞ്ചായത്തല്ല. അത് പത്തനാപുരം താലൂക്കാണ്. ഇനി പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ അത് കുളത്തൂപ്പുഴയാന്ന് തോന്നുന്നു. കുളത്തൂപ്പുഴ പഞ്ചായത്താന്ന് തോന്നുന്നു. ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയിലെ പ്രദേശം ഏതാണ്?
അപ്പൊ ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയിലെ പ്രദേശം ഏതാണ്? ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയിലെ പ്രദേശം ഏതാണ്? അതൊക്കെ തങ്കശ്ശേരിയാണ്. അപ്പൊ വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് തങ്കശ്ശേരി ബീച്ച്. അതുപോലെ തന്നെ നമ്മുടെ 1940 തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന്റെ പുനർനിർമ്മാണ ജോലികൾക്ക് നേതൃത്വം നൽകിയത് AN സീൽ എന്ന് പറയുന്നതാണ്. AN സീലാണ് 1940 തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന്റെ പുനർനിർമ്മാണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. അപ്പൊ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ചിട്ടുള്ള തോമസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ചിട്ടുള്ള തോമസ് കോട്ട സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് നമ്മുടെ തങ്കശ്ശേരി. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള സ്ഥലമാണ് ചവറ എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള സ്ഥലമാണ് ചവറ എന്ന് പറയുന്നത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം ആദ്യമായി അരങ്ങേറിയത് എവിടെയാണ്? നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം ആദ്യമായിട്ട് അരങ്ങേറിയത് ചവറയിലാണ്. ഏത് വർഷമാണടാ? അപ്പൊ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം ആദ്യമായിട്ട് അരങ്ങേറിയത് ചവറയിലാണ്. 1952ലാണ്. അതുപോലെ തന്നെ ഇളയെടുത്ത് സ്വരൂപത്തിന്റെ ആസ്ഥാനമാണ് നമ്മുടെ കൊട്ടാരക്കര. അപ്പൊ ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയാണ് ശിവൻ. അപ്പൊ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയാണ് ശിവൻ. അപ്പം കേരളത്തിൽ തനത് കലാരൂപമായ കഥകളിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് കൊട്ടാരക്കര. കഥകളിയുടെ ആദ്യ രൂപം ഏതാണടാ? കഥകളിയുടെ ആദ്യ രൂപം ഏതാണ്? അത് രാമനാട്ടമാണ്. ഇതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് കൊട്ടാരക്കര തമ്പുരാനാണ്. അതുപോലെ തന്നെ നമ്മുടെ പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആര്യങ്കാവ് ചുരമാണ്. ഈ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണടാ? ഇതിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 744 അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്ക് ഏതാണ്? കേരളത്തിൽ ഏറ്റവും കുറച്ച് താലൂക്കുകളുള്ള അത് കുന്നത്തൂരാണ്. പുനലൂർ എന്ന വാക്കിന്റെ അർത്ഥം എന്താടാ? പുനലൂർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജലനഗരം എന്നാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ പ്രദേശം എന്നറിയപ്പെടുന്നത് പുനലൂരാണ്. ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പുനലൂരാണ്. ഇനി പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? അത് നമ്മുടെ കല്ലടയാറിന് കുറുകെയാണ്. പുനലൂർ തൂക്കുപാലം നിർമ്മിച്ച വർഷം ഏതാണടാ? പുനലൂർ തൂക്കുപാലം നിർമ്മിച്ച വർഷം 1877. ഇതിന്റെ ശില്പി ആരാണ്? ആൽബർട്ട് ഹെൻറിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പുനലൂർ തൂക്കുപാലം ജനങ്ങൾക്കായി തുറന്നുകൊടുത്ത ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്? അത് കൊല്ലമാണ്. അതുപോലെ നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന റെയിൽവേ ജംഗ്ഷൻ ആണ് നമ്മുടെ കൊല്ലം റെയിൽവേ ജംഗ്ഷൻ എന്ന് പറയുന്നത്. സ്റ്റേഷൻ അല്ല കേട്ടോടാ. കേരളത്തിലെ ഏറ്റവും തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ റെയിൽവേ ജംഗ്ഷൻ ആണ് കൊല്ലം ജംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ ആദ്യത്തെ ദേശീയപാത ദേശീയ ജലപാതയാണ്. NW3 ബന്ധിപ്പിക്കുന്നത് എവിടെയാണടാ? NW3 ബന്ധിപ്പിക്കുന്നത് എവിടെയാണ്? അത് കൊല്ലം ടു കോഴിക്കോടാണ്. നേരത്തെ കോട്ടപ്പുറം ആയിരുന്നു, ഇപ്പം കോഴിക്കോട് വരെ നീട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ NW3 ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1993. അതുപോലെ തന്നെ പാലരുവി എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്നത് എവിടേക്കാണ്? അത് പുനലൂർ പാലക്കാടാണ്. അടുത്തിടെ ഇന്ത്യൻ കരസേന ഏനാത്ത് ബെയിലി പാലം നിർമ്മിച്ചത് ഏത് നദിക്ക് കുറുകെയാന്ന് ചോദിച്ചാൽ അത് കല്ലട നദിക്ക് കുറുകെയാണ്. അടുത്തിടെ ഇന്ത്യൻ കരസേന ഏനാത്ത് ബെയിലി പാലം നിർമ്മിച്ചത് ഏത് നദിക്ക് കുറുകെയാണ്? അത് കല്ലട നദിക്ക് കുറുകെയാണ്. കല്ലട നദി, അഷ്ടമുടി കായൽ എന്നിവയാൽ ചുറ്റപ്പെട്ട 8 ചെറുദ്വീപുകളുടെ കൂട്ടം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? അത് മൺട്രോ തുരുത്താണ്. കേണൽ മൺട്രോയുടെ സ്മരണാർത്ഥമാണ് ഈ പ്രദേശത്തിന് മൺട്രോ തുരുത്ത് എന്ന പേര് ലഭിച്ചത്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം ആരംഭിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചാല് അത് മൺട്രോ തുരുത്താണ്. അപ്പൊ പുറ്റിങ്ങൽ ദുരന്തം നടന്ന വർഷം ഏതാണ്?
പുറ്റിങ്ങൽ ദുരന്തം നടന്ന വർഷം ഏതാണ്? അത് 2016 ഏപ്രിൽ 10-നാണ്. 2016 ഏപ്രിൽ 10-നാണ്. പുത്തിങ്ങൽ വെടിക്കെട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിതയായ ആദ്യ കമ്മീഷൻ ഏതാണ്? അത് N കൃഷ്ണൻ നായർ കമ്മീഷനാണ്. പുത്തിങ്ങൽ വെടിക്കെട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിതയായ കമ്മീഷനാണ് നമ്മുടെ N കൃഷ്ണൻ നായർ കമ്മീഷൻ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൗസിംഗ് ബോട്ട് നിർമ്മിച്ച സ്ഥലം, ഹൗസ് ബോട്ട് നിർമ്മാണത്തിൽ പ്രസിദ്ധമായിട്ടുള്ള കൊല്ലം ജില്ലയിലെ സ്ഥലം അതേതാണടാ? അത് ആലംകടവാണ്. ആലംകടവാണ്. അപ്പൊ കെട്ടുവള്ളങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലവും നമ്മുടെ ആലംകടവാണ്. ആലംകടവാണ്. അതുപോലെ തന്നെ മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അതെവിടെയാണ്? അത് വള്ളിക്കാവാണ്. വള്ളിക്കാവാണ്. മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് വള്ളിക്കാവാണ്. വള്ളിക്കാവ് പ്രദേശം ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണടാ? വള്ളിക്കാവ് പ്രദേശം ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ്? അമൃതപുരി എന്നാണ്. അമൃതപുരി എന്നാണ്. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ ജടായുപാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കൊല്ലം ജില്ലയിലെ ജടായുപാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ചടയമംഗലമാണ്. ജടായുമംഗലം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് പിൽക്കാലത്ത് നമ്മുടെ ചടയമംഗലം എന്നറിയപ്പെട്ടിരുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലത്താണ്. ജടായു പക്ഷിപ്രതിമയുടെ ശില്പി ആരാണടാ? ജടായു പക്ഷിപ്രതിമയുടെ ശില്പിയാണ് രാജീവ് അഞ്ചൽ. ജടായു നാഷണൽ പാർക്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ജടായു നാഷണൽ പാർക്കിന്റെ ബ്രാൻഡ് അംബാസിഡർ അത് സുരേഷ് ഗോപിയാണ്. പല്ലവന്മാരുടെ കാലഘട്ടത്തിൽ കൊല്ലം ജില്ലയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം ഏതാണ്? പല്ലവന്മാരുടെ കാലഘട്ടത്തിൽ കൊല്ലം ജില്ലയിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രം ഏതാണ്? അത് കോട്ടുക്കൽ ഗുഹാക്ഷേത്രമാണ്. കോട്ടുക്കൽ ഗുഹാക്ഷേത്രമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ തീവണ്ടി ദുരന്തം ഏതാണ്? അത് പെരുമൻ തീവണ്ടി ദുരന്തമാണ്. ഏത് വർഷമാണ് നടന്നത്? ഏത് വർഷമാണ് പെരുമൻ തീവണ്ടി ദുരന്തം നടന്നത്? 1988 ജൂലൈ 8-നാണ്. 1988 ജൂലൈ 8-നാണ്. പെരുമൻ തീവണ്ടി ദുരന്തത്തിൽ അപകടത്തിൽപ്പെട്ട ആ തീവണ്ടിയുടെ പേരെന്താണടാ? അത് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് ആണ്. ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് ആണ്. കൊല്ലം ജില്ലയിൽ ധാരാളമായിട്ട് ചീനക്കളിമണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏതാണ്? കൊല്ലം ജില്ലയിൽ ധാരാളമായിട്ട് ചീനക്കളിമണ്ണ് കാണപ്പെടുന്ന അതെവിടെയാണടാ? അത് നമ്മുടെ കുണ്ടറയിലാണ്. കുണ്ടറയിലാണ്. കേരള സിറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള സിറാമിക്സ് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതും കുണ്ടറയിലാണ്. പുരാതന കാലത്ത് മാർത്ത എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ നോക്കട്ടെ. കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി. അവ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണുപ്രസരണം ഉള്ളതായി ഫാഫ അറ്റോമിക് റിസർച്ച് സ്റ്റേഷൻ കണ്ടെത്തിയ സ്ഥലം ഏതാണ്? അത് നമ്മുടെ കരുനാഗപ്പള്ളിയാണ്. കരുനാഗപ്പള്ളിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കൊല്ലം ജില്ലയിലാണ്. ഇനി ചട്ടമ്പി സ്വാമികളുടെ ചരമസ്ഥലം ഏതാണടാ? സമാധി സ്ഥലം അത് തന്നെ. അത് പത്മനയാണ്. പത്മനയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? അത് ശാസ്താംകോട്ടയാണ്. CV കുഞ്ഞിരാമൻ കേരള കൗമുദി പത്രം ആരംഭിച്ച വർഷം ഏതാണ്? CV കുഞ്ഞിരാമൻ കേരള കൗമുദി പത്രം ആരംഭിച്ച വർഷം ഏതാണടാ? 1911. എവിടെ നിന്നാണ് ആരംഭിച്ചത്? എവിടെ നിന്നാണ് ആരംഭിച്ചത്? അത് മയ്യനാട് നിന്നാണ്. മയ്യനാട് നിന്നാണ്. F ആകൃതിയിൽ കാണപ്പെടുന്ന ശുദ്ധജല തടാകം ഏതാണടാ? F ആകൃതിയിൽ കാണപ്പെടുന്ന ശുദ്ധജല തടാകം ഏതാണ്? F ആകൃതിയിൽ ഏതാണടാ? അത് നമ്മുടെ ശാസ്താംകോട്ടയാണ്. അതുപോലെ തന്നെ കൊല്ലം പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിന്റെ തീരത്താണ്? കൊല്ലം പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിന്റെ തീരത്താണ്? അത് അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? അത് അഷ്ടമുടി കായലിലാണ്. ഇത് ആരംഭിച്ച കമ്പനി ഏതാണടാ? ഇത് ആരംഭിച്ച കമ്പനി ഏതാണ്? അത് കൈരളി ഏവിയേഷൻ ആണ്. കൈരളി ഏവിയേഷൻ ആണ്. അഷ്ടമുടി കായലിനെ കടലുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്? അഷ്ടമുടി കായലിനെ കടലുമായിട്ട് ബന്ധിപ്പിക്കുന്നത് നീണ്ടകര അഴിയാണ്. പരപ്പാർ ഡാം എന്നറിയപ്പെടുന്നത് ഏതാണടാ? പരപ്പാർ ഡാം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് തെന്മല അണക്കെട്ടാണ്. ആശ്രാമം മൈതാനം, പീരങ്കി മൈതാനം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ കൊല്ലം മൈതാനമാണ്. കൊല്ലം മൈതാനം. അതുപോലെ തന്നെ തിരുമുല്ലാവാരം ബീച്ച് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്ത സ്ഥലം ഏതാണ്?
കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്ത സ്ഥലം ചടയമംഗലമാണ്. ചടയമംഗലത്തെ നമ്മുടെ എവിടെയാണ്? ചിതറയിലാണ്. ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? അത് NN ഗോവിന്ദൻ നായരാണ്. ഏത് വർഷമാണ് ആരംഭിച്ചത് ലക്ഷം വീട് പദ്ധതി? ഏത് വർഷമാണ് ലക്ഷം വീട് പദ്ധതി ആരംഭിച്ചത്? 1972 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്ത സ്ഥലം ഏതാണ്? നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വ്യാവസായിക ഗ്രാമവും കൂടിയാണ് നമ്മുടെ പത്മന എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എന്തായിരുന്നു? ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്ത സ്ഥലമാണ് നീണ്ടകര. ഏത് വർഷമാണ് ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് ആരംഭിച്ചത്? 1953. ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ്? അത് അഴീക്കലാണ്. ബ്രിട്ടീഷുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട 13 കണ്ണറപ്പാലം സ്ഥിതി ചെയ്യുന്ന ജില്ലയും നമ്മുടെ കൊല്ലം ജില്ലയാണ്. അതുപോലെ തന്നെ സേതുലക്ഷ്മി പാലം എന്നും അറിയപ്പെടുന്നത് ഏതാണ്? സേതുലക്ഷ്മി പാലം എന്നും അറിയപ്പെടുന്നത് ഏത് പാലമാണടാ? അത് നീണ്ടകര പാലമാണ്. അപ്പം കേരളത്തിലെ എരുമ പ്രജനന കേന്ദ്രം എവിടെയാണ്? കേരളത്തിലെ എരുമ പ്രജനന കേന്ദ്രം എവിടെയാണ്? അത് കുരിയോട്ടുമല കൊല്ലത്താണ്. അപ്പൊ കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലുള്ള അപൂർവ ഗോത്ര ജനവിഭാഗമാണ് മലമ്പണ്ടാരം എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? അത് നമ്മുടെ തെന്മലയാണ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏതാണ്? ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്കും തെന്മലയാണ്. ഏത് വർഷമാണ്? 2008. കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് ഏതാണ്? അത് പുനലൂർ പേപ്പർ മില്ലാണ്. ഏത് വർഷമാണടാ? നമ്മുടെ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888. കേരളത്തിലെ ആദ്യത്തെ തൂക്കുപാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? പുനലൂർ തൂക്കുപാലമാണ്. കേരളത്തിലെ ആദ്യത്തെ കളിമൺ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കുണ്ടറയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ് ഏതാണ്? TKM എഞ്ചിനീയറിംഗ് കോളേജ് ആണ്. ഈ കോളേജ് സ്ഥാപിതമായ വർഷം ഏത് വർഷമാണ്? 1958. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി എവിടെയാണ്? സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ കൊട്ടാരക്കരയിലാണ്. ഏത് വർഷമാണ് സ്ഥാപിതമായത്? 2005ലാണ്. കേരളത്തിലെ ആദ്യത്തെ ESI മെഡിക്കൽ കോളേജ് ഏതാണ്? അത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? അത് കൊല്ലം ചെങ്കോട്ടയാണ്. കൊല്ലം ചെങ്കോട്ട വന്ന വർഷം ഏതാണ്? റെയിൽവേ പാത നിലവിൽ വന്ന വർഷം ഏതാണ്? 1904. ഇന്ത്യയിലെ ആദ്യത്തെ ടൈറ്റാനിയം സ്പോഞ്ച് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചവറയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ജലപാതയാണ് NW3. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഗ്രാമം ഏതാണ്? അത് പഞ്ചായത്ത് ചോദിച്ചാൽ നമ്മൾ അമ്പലവയല്. അല്ലാതെ അപ്പം ഗ്രാമം ചോദിച്ചാൽ ഇത് പറയൂടാ. ഗ്രാമം ചോദിച്ചാൽ പറ. അത് മേലിലയാണ്. നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഗ്രാമം എന്ന് പറയുന്നത്. അപ്പൊ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ അത് ഏതാണടാ? അതാണ് അമ്പലവയല്. ഓക്കെ ആണോ? അതുപോലെ തന്നെ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. അപ്പൊ നമ്മുടെ SNDPയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എന്താണ്? SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? അത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ ഗവേഷണ കേന്ദ്രം ഏതാണടാ? അത് 1000 തെങ്ങാണ്. അത് കൊല്ലം ജില്ലയിലാണ്. പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നതും കൊല്ലം ജില്ലയിലാണ്. ഇനി പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അഷ്ടമുടി കായലിലാണ്. എല്ലാ വർഷവും എന്നാണ് നടക്കുന്നത്? എല്ലാ വർഷവും ഏത് ദിനത്തിലാണ്? നമ്മുടെ കേരളപ്പിറവി ദിനത്തിലാണ് നമ്മുടെ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത്. നവംബർ 1-നാണ്.
അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ട്രോഫിയാണ് വിജയികൾക്ക് സമ്മാനിക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ട്രോഫിയാണ് വിജയികൾക്ക് സമ്മാനിക്കുന്നത്. ആദ്യത്തെ പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടന്ന വർഷം ഏതാണെടാ? ആദ്യത്തെ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടന്ന വർഷം 2011 ഓഗസ്റ്റ് 30 2011 ഓഗസ്റ്റ് 30. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ജില്ലയായിട്ട് പ്രഖ്യാപിച്ചത് കൊല്ലം ജില്ലയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം ഏതാണടാ? കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം ഏതാണ്? അത് മലനട ക്ഷേത്രമാണ്. ഇനി കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം ഏതാണ്? കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം ഏതാണ്? അത് പവിത്രേശ്വരമാണ്. പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് താലപ്പൊലി നേർച്ച നടത്തുന്ന ക്ഷേത്രം ഏതാണ്? പുരുഷന്മാര് സ്ത്രീവേഷം ധരിച്ച് താലപ്പൊലി നേർച്ച നടത്തുന്ന ക്ഷേത്രം ഏതാണ്? അത് കൊറ്റംകുളങ്ങര ദേവി ക്ഷേത്രമാണ്. ഇത് ചവറയിലാണ്. ഇനി കോട്ടുകൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൊല്ലത്താണ്. കോട്ടുകൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ്. നമുക്ക് നിർത്തിയാലോ? അപ്പം താങ്ക് യു.